യെസ്, വിനോദ് മേനൻ സ്പീക്കിംഗ്. വാട്ട്? എപ്പോ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം. I'll be there in just 10 minutes. കള്ളൻ പോണ കണ്ടില്ലേ? വല്ലോന്റെയും കാശല്ലേ? ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ? ആ, ആരെങ്കിലും കുളിപ്പിച്ച് കിടത്താനായിരിക്കും. ഒന്ന് പോണ ചെക്കാനേ. എന്തായി? ആകെ കുഴഞ്ഞു സാറേ. പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത്. ആരും ഒറ്റ കൊടുത്തതാ. അവരെത്ര പേരുണ്ട്? 8 പേരുണ്ട് സാർ. എല്ലാം സീൽ ചെയ്തു. 5 പേർ ഗോഡൌണിലുണ്ട്. 3 പേർ തോമസ് സാറിന്റെ മുറിയില്ല. നീ കുളിക്കുകയായിരുന്നോ? അച്ചാമ്മ എവിടെ പോയി? അവരുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. മിനോട്ട് ഇതുവരെ എവിടെയായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നിരുന്നു. ഞാൻ അവനുമായിട്ട് കോയമ്പത്തൂർ വരെ പോയി. രേഖ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, മിനോട്ട് വരട്ടെന്ന് വിചാരിച്ചു. ഞാൻ അവനോടൊപ്പം കഴിച്ചതാ. നീ കഴിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വിനോദ് സാർ വന്നിട്ടില്ല. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. 50,000 രൂപയുടെ ക്യാഷ് ചെക്ക് വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അത് വിനോദ് സാറാ കൊടുത്തത്. ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ചെക്ക് കൊടുത്തത്? വിജയ ട്രേഡിങ്ങിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി. അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല. സാധാരണ മദ്രാസ് ചെക്ക് 2 ആഴ്ച കഴിഞ്ഞേ വരാറുള്ളൂ. ആർക്കായി ചെക്ക് കൊടുത്തത്? അത് ക്യാഷ് ചെക്കാ. ആർക്കാ കൊടുത്തതെന്ന് ബാങ്കിൽ പണമില്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയെന്ന് നീ പറയരുത്. നിനക്ക് വേണമെങ്കിൽ മാനേജറോട് വിളിച്ച് പറഞ്ഞത് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കാമായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തുവെന്ന് അറിഞ്ഞപ്പോ അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. ബിസിനസ് അറിയാത്തതുകൊണ്ട് നിനക്കത് തോന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും. എന്റെ അച്ഛൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടല്ല. അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തത് തേയിലയാ. തേയിലക്കുള്ളിൽ കഞ്ചാവായിരുന്നില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നിന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആരും എന്നെ ഉപദേശിക്കണമെന്നില്ല. നിന്റെ തന്ത ഉണ്ടായിരുന്നപ്പോ അയാൾ പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പൊ നീ പറയുന്നത് കേൾക്കണമെന്ന് വന്നാൽ അത് നടക്കില്ല. ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കണമെന്നില്ല. പക്ഷെ എന്റെ അച്ഛനുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഓ, നേരായ മാർഗത്തിലൂടെയാണല്ലോ നിന്റെ തന്ത ഇതൊക്കെ സംഭവിച്ചത്. അല്പം കൂടി മാന്യമായി സംസാരിക്കണം. എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തിയ പാരമ്പര്യമൊന്നുമില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ഇനി തേയില ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ. കോളടിച്ചല്ലോ. ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ? കിരീടമില്ലാത്ത രാജകുമാരൻ. ഫാദർലാം മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ. അതോർത്ത് പറഞ്ഞതാ. നോ, ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ വെറുതെ അങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ട്രാജഡി. പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയെ മറക്കരുത് കേട്ടോ. തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ. പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു. ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിനെ തിരയുകയായിരുന്നു. ഡെയ്സി, എന്തിനാ ഇത്ര ആവേശം?
ഞാൻ ഇവിടെ വന്ന് 2 ദിവസമായി. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഡെയ്സി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. ദേ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? എന്തുപറ്റി? ഇന്നലെ രാത്രി ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണതാ. അധികം പറഞ്ഞോ? ഇല്ല, ചെറുതായിട്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? അജി, എന്നോടൊന്നും ചോദിക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കണം? എത്ര എളുപ്പത്തിൽ രേഖയ്ക്ക് ഇത് പറയാൻ കഴിയുന്നു? എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. വീണ്ടും ഒരിക്കലും മോൻ കാണരുതെന്നും ആഗ്രഹിച്ചതാ. പക്ഷേ എന്താ ഇത്? ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നെങ്കിലും ഒരിക്കൽ അജിയോട് എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ. മേനോൻ സാറുണ്ടോ? ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്കുക. ഓ, കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാ അച്ഛൻ അയാൾ കാണാൻ ചെന്നത്. ഇല്ലാത്ത ബാങ്ക് ബാലൻസിന്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛൻ അയാൾ സ്വാധീനിച്ചു. You try. താങ്ക് യു. അയാളുടെ സ്മാർട്ട്നെസ്, പേഴ്സണാലിറ്റി, എന്തോ അച്ഛൻ അയാളെ ഇഷ്ടപ്പെട്ടു. എന്താ മിസ്റ്റർ വിനോദ്, നിങ്ങൾ തേയിലയുടെ മാർക്കറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. തേയില മാത്രമല്ല, എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്. സാറിനോടൊരു കാര്യം പറയാം. ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി. വില ഒരാഴ്ച കൊണ്ട് 25 വന്ന് മുട്ടാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ. മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക. ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു. ഇതിന്റെ റിയാക്ഷനാ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ്. ഇനിയും താഴും. സാർ വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത്. സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. എന്നെ ധിക്കരിച്ചിട്ടാ അവനിവിടെ ഒന്നും ഇറങ്ങിപ്പോയത്. എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹം. അല്ല, വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ. ഓഹോ, അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന്. വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും. വിവാഹവും കഴിഞ്ഞ്
പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ എല്ലാം മാറും. വിനോദിന് എന്താ ഒരു കുറവ്? മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത്. അടുത്ത 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ നീയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കും. ഒടുവിൽ മംഗളമായൊരു വിവാഹം നടന്നല്ലേ? മംഗളമായൊരു വിവാഹം. എല്ലാം കാണിച്ച് എന്റെ ഏക്ക് ലെറ്റർ അയച്ചിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? കിട്ടി. വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന് മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ചു നിൽക്കണം. നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം. 2 വരികളിൽ അജി എഴുതിയ കത്ത്. രേഖയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമകനെ പറ്റി? കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ പലതും. ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ. പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഒടുവിൽ ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡെയ്സി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, വരാൻ പാടില്ലേ? വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ തോന്നി വിനോദിനെ ഒന്ന് കാണണമെന്ന്. ഒരു ടാക്സി വിളിച്ച് നേരെ ഇങ്ങ് വന്നു. ഫാക്ടറി ഓഫീസൊക്കെ ഒന്ന് കാണാലോ. എന്നായാലും നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ഓഫീസിന്റെ ഒരു കാര്യം എന്നെ ലിഫ്റ്റിൽ നേരെ മുകളിൽ കൊണ്ടുവിട്ടു. ഞാൻ പിന്നെ നടന്ന് താഴെ ഇറങ്ങി വരിക. നല്ല സമയത്താ എഴുന്നള്ളത്ത്. രേഖയുടെ അച്ഛൻ അടുത്ത ക്യാബിനിലുണ്ട്. നീ ഒന്ന് വേഗം പോവാൻ നോക്ക്. വൈകിട്ട് ഞാനങ്ങ് വരാം. ഫാദറിലായ ഇത്ര പേടിയാ? ഡെയ്സി, നീ ഒന്ന് വേഗം പോയേ പ്ലീസ്. നീ എന്റെ മോളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എല്ലാം നേടിയെന്ന് അഹങ്കരിക്കരുത്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും സ്വത്തുക്കളും എല്ലാം രേഖയുടെ പേരിലാണെന്ന കാര്യം മറക്കണ്ട. എന്റെ ഒരേ ഒരു നിർബന്ധത്തിന് വഴങ്ങിയ നിന്നെ അവള് വിവാഹം കഴിച്ചത്. അവളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, എനിക്കത് സഹിക്കാനാവില്ല. എന്റെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി മേലിൽ ആ ഡാൻസർ പെണ്ണിനെ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അന്നത്തെ വഴക്കിന് ശേഷം മരിക്കുന്നത് വരെ അച്ഛൻ വിനോദിനോട് സംസാരിച്ചിട്ടേയില്ല. ഈ ഡെയ്സി വിനോദിന്റെ കാമുകിയായിരുന്നു. ആരെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. ഡെയ്സിയുമായുള്ള എല്ലാ ബന്ധവും വിനുവേട്ടൻ അവസാനിപ്പിച്ചുവെന്നും ഞാൻ വിനുവേട്ടനോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു. ഭർത്താവിനൊരു കാമുകി ഉണ്ടെന്നറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഉള്ളിലൊതുക്കി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നാളെ ഞാൻ തിരിച്ചു പോവുക. വേണ്ടാത്തൊക്കെ ആലോചിച്ച് രേഖ മനസ്സ് വിഷമിപ്പിക്കരുത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ.